Yes, good afternoon. In the last class we are discussing with the secondary thickening in dicot stem, how the plant increase thickness by the activity of cambium. Cambium formed during secondary thickening divide and produce cells towards the inner side, and cells are formed towards outer side, and cells which are formed towards the inner side differentiate into secondary xylem, and cells which are formed towards outer part of the cambium differentiate into secondary phloem, and secondary xylem and secondary phloem are together called secondary vascular tissues, and the tissues which are formed during the secondary thickening are called the secondary vascular tissues. And we are seeing that when the tissues increase at the middle of the stem, the outermost single layered epidermis will break. അപ്പോൾ അകത്തുണ്ടാവുന്ന പ്രഷറെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പിഡെർമിസ് ബ്രേക്ക് ആവും. അങ്ങനെ എപ്പിഡെർമിസ് ബ്രേക്ക് ആയിട്ട് അതിന്റെ ഔട്ടർമോസ്റ്റ് എപ്പിഡെർമിസിന് ഒരു സിംഗിൾ ലെയർ എപ്പിഡെർമിസിന് പകരം ഒരു മൾട്ടി ലെയേർഡ് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ഉണ്ടാവും. ആ ടിഷ്യൂവിനാണ് നമ്മൾ പെരിഡം എന്ന് പറയുന്നത്. സോ എപ്പിഡെർമിസ് ഇസ് റീപ്ലേസ് ബൈ പെരിഡം. ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ആണ് പെരിഡം എന്ന് പറയുന്നത്. അത് സെക്കൻഡറി ആണ്. എപ്പിഡെർമിസ് പണ്ടേ ഉള്ളതാണ്, പ്രൈമറി ആണ്. പെരിഡം പിന്നീട് ഉണ്ടായതാണ്. പെരിഡം ഫോർമേഷൻ സമയത്തും ഇതേപോലെ ഔട്ടർമോസ്റ്റ് കോർട്ടക്സിൽ ഒരു ക്യാമ്പിയം ഉണ്ടാവും. ആ ക്യാമ്പിയത്തിന് കോർക്ക് ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജ് എന്ന് പറയും. ആ ക്യാമ്പിയം ഡിവൈഡ് ചെയ്ത സെൽസ് ഉള്ളിലേക്കും പുറത്തേക്കും ഉണ്ടാവും. സെൽസ് വിച്ച് ആർ ഫോം ടുവേഴ്സ് ദ ഇന്നർ സൈഡ് ഓഫ് ദ ഫെല്ലോജൻ. കോർക്ക് ക്യാമ്പിയത്തിന് ഉള്ളിലേക്ക് ഉണ്ടാവുന്ന ടിഷ്യൂവിന് നമ്മൾ സെക്കൻഡറി കോർട്ടക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫെല്ലോ എന്ന് പറയും. പുറത്തേക്ക് ഉണ്ടാവുന്ന ടിഷ്യൂവിന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫെല്ലോഡം എന്ന് പറയും. പുറത്തേക്ക് ഉണ്ടാവുന്ന ടിഷ്യൂവിന് ഫെല്ലം എന്ന് പറയും, അല്ലെങ്കിൽ കോർക്ക് എന്ന് പറയും. അപ്പൊ നമ്മള് 3 ലെയർ ടിഷ്യൂസ് ഉണ്ടാവും, 3 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ടാവില്ലേ. ആദ്യം ഉണ്ടാവുന്ന കോർക്ക് ക്യാമ്പിയം 1 ലെയർ ആണ്. ഉള്ളിലേക്ക് ഉണ്ടാവുന്ന ടിഷ്യൂ അത് ഫെല്ലോഡേം ആണ്. ഉള്ളിലേക്ക് ഉണ്ടാവുന്നത്, പുറത്തേക്ക് ഉണ്ടാവുന്നത് ഫെല്ലമാണ്. അപ്പൊ ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേം, ഇത് മൂന്നും കൂടി നമ്മൾ പെരിഡം എന്ന് പറയുന്ന ഒരു മൾട്ടി ലെയർഡ് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ഉണ്ടാവുന്ന അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. സോ സെക്കൻഡറി തിക്കനിങ് ഡൈക്കോട്ട് സ്റ്റെമ്മില് ക്ലിയർ ആക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 2 തരത്തിലാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത്. ഒന്ന് എൻഡോഡെർമിസിന്റെ ഉള്ളിലാണ്, മറ്റത് എൻഡോഡെർമിസിന്റെ പുറത്താണ്. എൻഡോഡെർമിസിന്റെ ഉള്ളിലുണ്ടാവുന്നത് സെക്കൻഡറി സൈലോൺ, സെക്കൻഡറി ഫ്ലോയം ഉണ്ടാവും. ആ എൻഡോഡെർമിസിന്റെ ഉള്ളിലുണ്ടാവുന്ന സെക്കൻഡറി തിക്കനിങ് നമ്മൾ ഇൻട്രാസ്റ്റീലാർ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയും. ഇനി എൻഡോഡെർമിസിന്റെ പുറത്തുണ്ടാവുന്ന പെരിഡം ഫോർമേഷൻ നമ്മൾ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയും. അതായത് ടോട്ടൽ ടിഷ്യൂസ് പ്രസന്റ് ഇൻസൈഡ് എൻഡോഡെർമിസ് ഈസ് കോൾഡ് സ്റ്റീൽ. ഉള്ളിലുണ്ടാവുന്ന ടോട്ടൽ ടിഷ്യൂസ്, അത് എൻഡോഡെർമിസ് ആവാം, പെരിസൈക്കിൾ ആവാം, വാസ്കുലാർ മണ്ടിൽ ആവാം, പിത്താവാം, മെഡുലറി റേ ആണ്. 2 വാസ്കുലാർ മണ്ടിലിടയിലെ ടിഷ്യൂവിന് മെഡുലറി റേ എന്ന് പറയും. ഇതൊക്കെ ആവാം. അപ്പൊ എൻഡോഡെർമിസിന് ഉള്ളിലുള്ള ടോട്ടൽ ടിഷ്യൂസിന് നമ്മൾ സ്റ്റീൽ എന്ന് പറയും. ആ എൻഡോഡെർമിസിന് ഉള്ളിൽ കാണുന്ന സെക്കൻഡറി തിക്കനിങ്ങിനാണ് ഇൻട്രാസ്റ്റീലാർ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡറി തിക്കനിങ് ദാറ്റ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ എൻഡോഡെർമിസ് ഓർ പെരിഡം ഫോർമേഷൻ, നമ്മൾ അതിന് പറയുന്ന പേരാണ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി തിക്കനിങ് എന്ന് പറയാറുണ്ട്. സോ അതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സെക്കൻഡറി തിക്കനിങ് ഡൈക്കോട്ട് സ്റ്റെം ഈസ് ഓവർ. ദെൻ കംസ് സെക്കൻഡറി തിക്കനിങ് ഇൻ ഡൈക്കോട്ട് റൂട്ട്. സെക്കൻഡറി തിക്കനിങ് ഇൻ ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടിലും ഇതേപോലെ, മോണോക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി തിക്കനിങ് ഇല്ല. ഡൈക്കോട്ട് റൂട്ടിലും സെക്കൻഡറി തിക്കനിങ് നടക്കും. ഇതേപോലെ റൂട്ടിന്റെ തിക്നെസ്സും ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ സെക്കൻഡറി തിക്കനിങ്, ദ പ്രോസസ് ബൈ വിച്ച് ദ റൂട്ട് ഇൻക്രീസ് ദ തിക്നെസ് ഈസ് കോൾഡ് സെക്കൻഡറി തിക്കനിങ്. റൂട്ടിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഐ വിൽ ഡോ ദ ഡയഗ്രാം. ഇത് ഡൈക്കോട്ട് റൂട്ടിന്റെ ഡയഗ്രാം ആണ്. യു നോ ദാറ്റ്. അതിനകത്ത് ഗ്രൂപ്പ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം മേ ബി ലിമിറ്റഡ് ഇൻ നമ്പർ. അത് ചിലപ്പോ 3 ആണെങ്കിൽ ട്രയാർത്ത് എന്ന് പറയും, 4 ആണെങ്കിൽ ടെട്രാർത്ത് എന്ന് പറയും. അപ്പൊ സൈലം ഫ്ലോയം ഇങ്ങനെയാണ്. ഈ റൂട്ട് ഇതാണ്, ഡൈക്കോട്ട് റൂട്ടാണ്, അറിയാം, ഐഡന്റിഫൈ ചെയ്യാം. എക്സാക്ട് ആവുമ്പോൾ റൂട്ടായി, അത് ലിമിറ്റഡ് നമ്പർ ആവുന്നത് ഡൈക്കോട്ട് റൂട്ടായി. സൈലം ഫ്ലോയം വേറെ പോലെയാണ്, നമ്മൾ അതിന് റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് പറയും. Then the secondary thickening in dicot root takes place similar to the process of secondary thickening in dicot stem. ഏകദേശം അതേപോലെയാണ്. But you see the difference is that ഈ primary structure, ഇത് simple structure ആണ്, ഇതിന് primary structure എന്ന് പറയും. ഈ primary structureൽ dicot rootല് cambium absent ആണ്. നോക്കാൻ ചെയ്ത് നമ്മൾ വരച്ചതാണ്. ഇതിൽ cambium ഇല്ല. അപ്പോ റൂട്ടിലാവുമ്പോ, സ്റ്റെമ്മിലാവുമ്പോ നമുക്ക് കാമ്പിയം ഈസ് പ്രസന്റ്. എവിടെയുണ്ട്?
there is a piece of cambium. Primary structure തന്നെ വാസ്കുലാർ ബണ്ടിന്റെ ഉള്ളില് ഒരു കാമ്പിയം ഉണ്ട്. നമ്മളതിന് ഫാസിക്കുലാർ കാമ്പിയം എന്ന് പറഞ്ഞു. അപ്പോ ആദ്യം കാമ്പിയം സ്റ്റെമ്മിലാവുമ്പോ പ്രൈമറി ടിഷ്യൂസ് തന്നെ കാമ്പിയം ഉണ്ട്. ഫാസിക്കുലാർ കാമ്പിയം പ്രൈമറി ആണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളതാണ്. സോ പക്ഷേ റൂട്ടിലാവുമ്പോ കാമ്പിയം ഇല്ല, കാമ്പിയം ഒന്നുമില്ല, എല്ലാ കാമ്പിയവും സെക്കൻഡറി ആണ്. കാമ്പിയം ഈസ് ഫുള്ളി സെക്കൻഡറി ഇൻ ഒറിജിൻ. സ്റ്റെമ്മിലാവുമ്പോ ഫാസിക്കുലാർ കാമ്പിയം പണ്ടേ ഉള്ളതാണ്, ഇന്റർഫാസിക്കുലാർ കാമ്പിയം പുതിയതാണ്. അപ്പോ സ്റ്റെമ്മിലാവുമ്പോ ഡിഫറൻസ് ഉണ്ട്, റൂട്ടിലാവുമ്പോ കാമ്പിയൽ റിംഗ് എന്ന് പറയുന്നത് ഫുള്ളി സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. See how the cambial ring formation takes place in dicot root. Firstly, cambium originate outer to xylem. See, cambium originate outer to xylem groove. Xylത്തിന്റെ പുറത്ത് ഭാഗത്ത് കാമ്പിയം ഉണ്ടാവും. പുതിയതാണ്. കാമ്പിയം originate outer to xylem. Outer to xylem. സൈലത്തിന്റെ പുറത്ത് കാമ്പിയം ഒറിജിനേറ്റ് ചെയ്യും. ആൻഡ് ഇന്നർ ടു ഫ്ലോയം, ഫ്ലോയത്തിന്റെ ഉള്ളിലായിട്ട് കാമ്പിയം ഉണ്ടാവും. സി ഡ്യൂറിംഗ് സെക്കൻഡറി തിക്കനിങ് ഇൻ ഡൈക്കോട്ട് റൂട്ട്, പീസ് ഓഫ് കാമ്പിയം ഒറിജിനേറ്റ് ഔട്ടർ ടു സൈലം ആൻഡ് ഇന്നർ ടു ഫ്ലോയം ഗ്രൂപ്പ്. സി ദിസ് ഈസ് ദ ന്യൂ പീസ് ഓഫ് കാമ്പിയം. This is cambium. That cambium were originate outer to xylem. 4 സൈലത്തിന്റെ പുറത്ത് കാമ്പിയം ഉണ്ടാവും. ഇന്നർ ടു ഫ്ലോയം, ഫ്ലോയത്തിന്റെ ഉള്ളിൽ കാമ്പിയം ഉണ്ടാവും. ഇതൊക്കെ പുതിയതാണ്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡറി ഇൻ ഒറിജിൻ എന്ന് പറയും. സോ കാമ്പിയം ഒറിജിനേറ്റ് ഔട്ടർ ടു xylem ആൻഡ് ഇന്നർ ടു ഫ്ലോയം. ആൻഡ് ദിസ് കാമ്പിയം പീസ് ഓഫ് കാമ്പിയം ജോയിൻ. അങ്ങനെ കാമ്പിയം ജോയിൻ ചെയ്യും. ആ പീസ് ഓഫ് കാമ്പിയം ജോയിൻ ചെയ്യും and form a complete cambial ring. എന്നിട്ട് ഒരു കംപ്ലീറ്റ് കാമ്പിയൽ റിംഗ് ഉണ്ടാവും. See, a complete cambial ring is formed. ഇതാ ജോയിൻ ചെയ്തൊരു കാമ്പിയൽ റിംഗ് ഉണ്ടാവും. A complete cambial ring is formed around the center. ഒരു കാമ്പിയൽ റിംഗ് ഉണ്ടാവും. How this formation takes place? ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യും. See, this will join together like this. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാമ്പിയൽ റിംഗ് ഉണ്ടാവും. കാമ്പിയൽ റിംഗ് is formed outer to xylem group and inner to phloem. ഫ്ലോയം എവിടെയുണ്ട്? ഫ്ലോയത്തിന്റെ ഉള്ളിലായിട്ട് സൈലത്തിന്റെ പുറത്തായിട്ട് ഒരു കാമ്പിയൽ റിംഗ് ഒറിജിനേറ്റ് ചെയ്യും. കാമ്പിയം ജോയിൻ ചെയ്യുമ്പോൾ കാമ്പിയൽ റിംഗ് ഉണ്ടാവും. ഈ ഷേപ്പിലുള്ള ഒരു കാമ്പിയൽ റിംഗ് ഉണ്ടാവും. ഇപ്പോ ഫോർ ലോബിലാണത്, അത് സർക്കുലർ ആവും. അത് പിന്നെ അത് ജോയിൻ ചെയ്തിട്ട് സർക്കുലർ ആവും. സി അത് കറക്റ്റ് ആയിട്ട് സർക്കുലർ ആവും. സി അറൌണ്ട് ദ സെന്റർ എ കാമ്പിയൽ റിംഗ് ഈസ് ഫോംഡ്. സോ പ്രൈമറി xylem remains here and a cambial ring is formed around the center. So like this, a complete cambial ring is formed around the center like this. And this cambium start to divide. This cambium start to divide. And cells are formed towards inner side and outer side. നമ്മൾ നേരത്തെ കണ്ട പോലെ സെൽസ് ഡിവൈഡ് ചെയ്യും. സെൽ ഡിവൈഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് സെൽസ് ഉണ്ടാവും. Cells are formed towards inner side and cells are formed towards outer side. As in the case of dicot stem. Dicot stem ലുള്ള പോലെ പുറത്തേക്ക് സെൽസ് ഉണ്ടാവും, ഉള്ളിലേക്കും സെൽസ് ഉണ്ടാവും. Cells are formed towards outer side and towards inner side. The cells which are formed towards outer side differentiate into secondary xylem, and cells which are formed towards outer side differentiate into secondary phloem. See, cambial ring ഉണ്ടായി. ആ cambial ringല് ഡിവൈഡ് ചെയ്യുമ്പോൾ സെൽസ് ഉണ്ടാവും. ആ സെല്ല് ഉള്ളിലേക്ക് ഉണ്ടാവുന്ന സെല്ല് സെക്കൻഡറി സൈലം ആവും.
പുറത്തേക്ക് ഉണ്ടാവുന്ന സെല്ല് സെക്കൻഡറി ഫ്ലോയം ആവും. ആസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റെമ്മിൽ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത്, ആ സ്റ്റെമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന പോലെ സെൽസ് ഡിവൈഡ് ചെയ്യും, കാമ്പിയം ഡിവൈഡ് ചെയ്യും. ഉള്ളിലേക്ക് ഉണ്ടാവുന്ന സെല്ല് സെക്കൻഡറി സൈലമാവും, പുറത്തേക്ക് പോകുന്ന സെല്ല് സെക്കൻഡറി ഫ്ലോയമാവും. സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം ആർ കോൾഡ് സെക്കൻഡറി വാസ്കുലാർ ടിഷ്യൂസ്. ആസ് എ റിസൾട്ട് ദ പ്രൈമറി ഫ്ലോയം, ഇത് പ്രൈമറി ഫ്ലോയാണ്, ഇത് പ്രൈമറി സൈലമാണ്. പ്രൈമറി സൈലം പുഷ് ടുവേർഡ്സ് സെന്റർ, ഇത് കുറയുമ്പോ സെന്ററിലേക്ക് വന്ന് പുഷായി പോവും, പുഷ് ചെയ്ത് വന്ന് ക്രഷ് ആവും. ആൻഡ് ഫ്ലോയം ഈസ് പുഷ് ടുവേർഡ്സ് ഔട്ടർ സൈഡ്. ഈ പ്രൈമറി സൈലം ഉള്ളിലോട്ട് വന്നിട്ട് അവസാനം ടച്ച് ആയിട്ടത് ഡിസ്ട്രോയ് ആയി പോകും. ഈ പ്രൈമറി ഫ്ലോയം അത് പുറത്തേക്ക് പുഷായി പോകും. പിന്നെ സെക്കൻഡറി സൈലം സെക്കൻഡറി ഫ്ലോയം വന്നാൽ പ്രൈമറി സൈലത്തിനും പ്രൈമറി ഫ്ലോയത്തിനും റോളില്ല. സോ ദേ മേ ബി ഡിസ്ട്രോയ്ഡ്, അത് അതിന്റെ കൂടുതൽ ഡാമേജ് ആയി പോകും. പിന്നെ സൈലം ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ടിഷ്യൂ ഒക്കെ സൈലമാണ്, പുറത്തേക്ക് ഉണ്ടാകുന്ന ടിഷ്യൂ ഒക്കെ സെക്കൻഡറി ഫ്ലോയമാണ്. ആൻഡ് സിമിലർലി ദ കേസ് ഓഫ് പെരിഡം ഫോർമേഷൻ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ പെരിഡം ഫോർമേഷൻ നടക്കും. സിമിലർലി ഒരു ലെയർ ഉണ്ടാവും, അത് നമ്മള് ഫെല്ലോജ് എന്ന് പറയും. ആ ഫെല്ലോജ് ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ടാവും, പുറത്തേക്ക് ഇങ്ങോട്ട് ടിഷ്യൂസ് ഉണ്ടാവും, പുറത്തേക്ക് ടിഷ്യൂസ് ഉണ്ടാവും. ആ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ടിഷ്യൂ നമ്മള് ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന ഫെല്ലോഡ് എന്നായിരുന്നു, പുറത്തേക്ക് ഉണ്ടാവുന്ന ടിഷ്യൂവിന് ഫെല്ലോ എന്ന് പറയും. സോ പെരിഡം ഫോർമേഷൻ ടേക്സ് പ്ലേസ്. സ്റ്റെമ്മിൽ ഉള്ള പോലെ തന്നെ പെരിഡം ഫോർമേഷൻ ഔട്ടർ മോസ്റ്റ് റീജിയനിൽ ഉണ്ടായിട്ട് ഒരു പെരിഡം ഫോർമേഷൻ അവിടെ നടക്കും. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് സെക്കൻഡറി തിക്കനിങ് ഇൻ ഡൈക്കോട്ട് റൂട്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗൈൻ. The secondary thickening in dicot root takes place as in the case of dicot stem. But the difference is that in dicot stem, cambial ring is partly primary and partly secondary. ആദ്യം കുറച്ചുണ്ടാവും, പിന്നെ കുറച്ചുണ്ടാവും. ഫാസിക്കുലാർ കാമ്പിയം പ്രൈമറി ആണ്, ഇന്റർഫാസിക്കുലാർ കാമ്പിയം പിന്നീട് ഉണ്ടായതാണ്. So we call it as secondary in origin. But in the case of root, there is no cambium in primary structure. Primary structure പ്ലാന്റ് ചെറുതാവുമ്പോ, റൂട്ട് ചെറുതാവുമ്പോ അത് എന്തില്ല, കാമ്പിയം ഇല്ല. കാമ്പിയം ഫുൾ ആയിട്ട് പിന്നീടാണ് ഉണ്ടാവുന്നത്. സോ നമ്മളതിന് സെക്കൻഡറി ഇൻ ഒറിജിൻ എന്ന് പറയും. അങ്ങനെ കാമ്പിയം ഉണ്ടാവും. കാമ്പിയം എവിടെ ഉണ്ടാവും? സൈലത്തിന്റെ പുറത്തുണ്ടാവും. സൈലം ഗ്രൂപ്പിന്റെ പുറത്താണ് കാമ്പിയം ഉണ്ടാവുന്നത്. ആൻഡ് ഫ്ലോയത്തിന്റെ ഉള്ളിലാണ് കാമ്പിയം ഉണ്ടാവുന്നത്. സോ പീസ് ഓഫ് കാമ്പിയം ഒറിജിനേറ്റ് ഔട്ടർ ടു സൈലം ഗ്രൂപ്പ് ആൻഡ് ഇന്നർ ടു ഫ്ലോയം ഗ്രൂപ്പ്. And this cambial ring joined together. ആ cambial ring നമ്മൾ cambium join ചെയ്തു. cambium join ചെയ്തിട്ട് ഒരു complete cambial ring ഉണ്ടാവും. And cambial ring is formed. And the cambial ring start to divide. സാധാരണ പോലെ cambium divide ചെയ്യാൻ തുടങ്ങും. And the cambium divide ചെയ്യുമ്പോൾ cells are formed towards inner side and cells are formed towards outer side. Cells formed towards inner side differentiate into secondary xylem, and cells which are formed towards outer side differentiate into secondary phloem, are together called secondary vascular tissues. Primary xylem and primary phloem may be crushed and destroyed. Then the peridot formation, the outermost cortical region, the peridot formation, phellum, phellogem, phellodum formation takes place as in the stem. There is no difference. Okay, this is the process of secondary thickening. Diagrams are given in the notebook. You can copy the same diagram and you can draw the diagram from the textbook or from the notebook. Thank you. Okay, so that is about the secondary thickening. Then comes the two topics were remaining there. That is related to secondary xylem. What is the structure of wood? You see, what is the structure of wood? Wood. We are using wood for various purposes, making furnitures and building houses, and for making various furnitures, etc. We are using the wood. So the morphology of the wood. What is the character of wood? Different types of wood is there. Wood means secondary xylem is called as secondary xylem formed during secondary thickening is called wood. Secondary thickening സമയത്ത് ഉണ്ടാവുന്ന സെക്കൻഡറി സൈലത്തിനാണ് നമ്മൾ വുഡ് എന്നുള്ള വേർഡ്, നമ്മൾ വുഡ് ഉപയോഗിക്കാറുണ്ട്. ആ വുഡ് എന്നുള്ള വേർഡ് സെക്കൻഡറി സൈലമാണ് ആക്ച്വലായിട്ട് നമ്മൾ ഫർണിച്ചറിനൊക്കെ ഉപയോഗിക്കുന്ന വുഡ്. ആ വുഡിന്റെ മോർഫോളജി കുറച്ച് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വുഡ് ഈസ് അവൈലബിൾ. And as a student of botany, you have to identify what is the type of wood, what is the character of wood. And see, wood means secondary xylem. First of all, remember that wood എന്ന് പറഞ്ഞാൽ secondary xylem formed during secondary thickening is called wood. Secondary xyletiലാണ് നമ്മൾ wood എന്ന് പറയുന്നത്. See, the morphology of the wood is different. See, നമ്മൾ secondary xylem during the process of secondary thickening,
cambial ring. This is the cambial ring. This is the cambial ring. And cambial ring divides and cells are formed towards inner side. ഇതിന്റെ ഉള്ളിലുള്ള പാർട്ടാണ് സെക്കൻഡറി സൈലം അല്ലെങ്കിൽ വുഡ്. ഈ പാർട്ടിനാണ് നമ്മൾ വുഡ് എന്ന് പറയുന്നത്. സെക്കൻഡറി സൈലം ഈസ് കോൾഡ് വുഡ്. അപ്പൊ നമ്മൾ ഫർണിച്ചർ യൂസ് ചെയ്യുന്ന വുഡ് ഈ പാർട്ടാണ് ഫർണിച്ചറിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഔട്ടർ ടു ദാറ്റ് അതിന്റെ പുറത്ത് ഫ്ലോയം ഉണ്ടാവും. അതിന്റെ പുറത്ത് ഫ്ലോയത്തിന്റെ പുറത്ത് എൻഡോഡെർമിസ് ഉണ്ടാവും, പെരിസൈക്കിൾ ഉണ്ടാവും, കോർട്ടെക്സ് ഉണ്ടാവും, പെരിഡം ഉണ്ടാവും. ഇതൊന്നും നമ്മൾ എന്താ യൂസ് ചെയ്യില്ല? വുഡ് ആയിട്ട് യൂസ് ചെയ്യില്ല. അപ്പൊ ആക്ച്വൽ ആയിട്ട് നമ്മൾ ഫർണിച്ചറിന് യൂസ് ചെയ്യുന്ന വുഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി സൈലം, കാമ്പിയത്തിന്റെ ഉള്ളിലുള്ള ടിഷ്യൂ ആണ്. The tissue present inside the cambium is called wood or secondary xylem. ഇപ്പൊ ഫർണിച്ചറിന് യൂസ് ചെയ്യുന്ന വുഡ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി സൈലം മാത്രമാണ്. ഇത് ഫർണിച്ചറിന് യൂസ് ചെയ്യാറില്ല, കുറവാണ്. See, what is the nature of xylem? വുഡിന്റെ ക്യാരക്ടർ വ്യത്യാസമുണ്ട്. See, the activity of cambium change with season. നിങ്ങൾ ഓർക്കണം, എല്ലാ സമയത്തും കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി ഒരുപോലെയല്ല. As a tropical region like India, our region is considered tropical region ആണ്. നമുക്ക് tropical region അറിയാം, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന region ആണ്. So, നമ്മുടെ ഇന്ത്യയിലൊക്കെ tropical region there are 4 seasons are there. 4 സീസൺസ് വളരെ ക്ലിയർ ആണ്. നല്ല 4 സീസൺ, ഓട്ടം, സമ്മർ, സ്പ്രിംഗ് ആൻഡ് വിന്റർ. 4 സീസൺസ് ക്ലിയർ ആണ്. എല്ലാ സീസണിലും കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി ഒരേപോലെയല്ല. ഡ്യൂറിംഗ് ദ ഫേവറബിൾ സീസൺ, സ്പ്രിംഗ് സീസൺ ഒക്കെ പ്ലാന്റിന് നല്ല ഫേവറബിൾ ആണ്. അറിയാം, നിങ്ങൾക്കറിയാം, പ്ലാന്റ് എല്ലാ സമയത്തും ഒരേപോലെ ഗ്രോത്ത് ഉണ്ടാവില്ല. ഈ സമയത്ത് പ്ലാന്റ് ഗ്രോത്ത് മിനിമം ആണ്. എന്തുകൊണ്ടാ പ്ലാന്റ് ഗ്രോത്ത് മിനിമം ആണ്? ഇത് അൺഫേവറബിൾ സീസൺ ആണ്. എന്താ അൺഫേവറബിൾ? വെള്ളം കുറവാണ്, നല്ല ഡ്രൈ സീസൺ ആണ്, നല്ല സമ്മർ, നല്ല ചൂട് കൂടുതലാണ്. അതുകൊണ്ട് പ്ലാന്റ് ഗ്രോത്ത് മിനിമം ആയിരിക്കും. നേരെ മറിച്ച് വേണ്ട റെയിനി സീസൺ കം, നല്ല സീസൺ റെയിനി സീസൺ വന്നാൽ പ്ലാന്റിന് ഒരുപാട് പെട്ടെന്ന് പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ പ്ലാന്റിന് 2 തരമാണ് ഗ്രോത്ത് ഉണ്ടാവല്. ഫേവറബിൾ സീസണിൽ കാമ്പിയം ഗ്രോ വെരി ഫാസ്റ്റ്ലി ആൻഡ് ഡ്യൂറിംഗ് ദ അൺഫേവറബിൾ സീസൺ പ്ലാന്റിന്റെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. Why that happens? This is reason that the activity of cambium is different from season to season. എല്ലാ സീസണിലും കാമ്പിയത്തിന്റെ ആക്ടിവിറ്റി ഒരേപോലെയല്ല. ഡ്യൂറിംഗ് ദ ഫേവറബിൾ സീസൺ, അതായത് സ്പ്രിംഗ് സീസണിൽ, ഡ്യൂറിംഗ് ദ ഫേവറബിൾ സീസൺ, that is supposed to be spring season, what happens? Cambium divide very fastly. നല്ല കാലാവസ്ഥയാണ്, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? കാമ്പിയം ഡിവൈഡ് വെരി ഫാസ്റ്റ്ലി. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്? കാമ്പിയം ഫാസ്റ്റ് ആയി ഡിവൈഡ് ചെയ്താൽ എന്താവും? More amount of secondary xylem and secondary phloem is produced. അല്ലെ? കാമ്പിയം ഫാസ്റ്റ് ആയി ഡിവൈഡ് ചെയ്താൽ എന്തുണ്ടാവും? കൂടുതൽ സെക്കൻഡറി സൈലവും കൂടുതൽ സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. സോ ഡ്യൂറിംഗ് ദ ഫേവറബിൾ സീസൺ കാമ്പിയം ഡിവൈഡ് വെരി ഫാസ്റ്റ്ലി ആൻഡ് പ്രൊഡ്യൂസ് മോർ സെക്കൻഡറി സൈലം and more secondary phloem. കൂടുതൽ സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഉണ്ടാവും. Like this. More amount of secondary xylem and secondary phloem is produced. And with large tracheids and vessels. അതിലെ tracheids and vessels ഒക്കെ വലുതായിരിക്കും. Large tracheids and vessels. And the xylem, secondary xylem produced during favorable season is called as spring wood or early wood. See, അപ്പം സീസൺ നല്ല ഫേവറബിൾ ആവുമ്പോ കാമ്പിയം ഫാസ്റ്റ് ആയി ഡിവൈഡ് ചെയ്യും and produce more secondary xylem with large tracheids and vessels. Such secondary xylem produced during favorable season is called spring wood or early wood. Wood എന്ന് പറഞ്ഞാൽ secondary xylem. And similarly, when unfavorable season comes, what happens? Conditions favorable now, cambium divide very very slowly. What is the result of that? When cambium divides slowly, it produces little amount of secondary xylem. അതിൽ കുറച്ച് സെക്കൻഡറി സൈലം ഉണ്ടാവുള്ളൂ. It produces little amount of secondary xylem.
ഇത് ആദ്യം വരക്കേണ്ടതാണ്. കുറച്ച് സെക്കൻഡറി സൈലം ഉണ്ടാവും. വിത്ത് സ്മോൾ തക്കീഡ്സ് ആൻഡ് വെസൽസ്. ഇതില് തക്കീഡ്സ് വെസൽസും ചെറുതായിരിക്കും. സോ സെക്കൻഡറി സൈലം കാമ്പിയം ഇവിടാണ്. ഇത് ഇപ്പുറത്ത് വരക്കേണ്ടതാണ്. ഇത് വരച്ചിട്ടാണ് ഇത് വരക്കേണ്ടത്. സോ ഡ്യൂറിംഗ് അൺഫേവറബിൾ സീസൺ, ഇതാണ് സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് വുഡ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ അൺഫേവറബിൾ സീസൺ cambium divide very slowly and produce little amount of secondary xylem and secondary phloem with the small ducted cell vessels. The secondary xylem or wood produced during unfavorable season is called as autumn wood. Autumn wood or late wood. See, during the unfavorable season, cambium divide very slowly and produce little amount of secondary xylem with small tracheids and vessels. The secondary xylem wood produced during unfavorable season is called early wood or late wood. So this is the secondary xylem produced by unfavorable season. This is the xylem produced during the favorable season. This is during the xylem produced for 6 months, and this is the secondary xylem produced for 6 months. And the spring wood and early wood together called annual ring. And the secondary xylem, total secondary xylem produced per 1 year. ഇത് ഒരു വർഷം, ഇത് 6 മാസം കൊണ്ടായ സെക്കൻഡറി സൈലമാണ്. ഇത് മറ്റേ 6 മാസം കൊണ്ടായ സെക്കൻഡറി സൈലമാണ്. സോ ദിസ് ഈസ് ദ ടോട്ടൽ സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് പെർ 1 ഇയർ. ഒരു വർഷം കൊണ്ടുണ്ടാവുന്ന സെക്കൻഡറി സൈലമാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ആനുവൽ റിംഗ് എന്ന് പറയും. ആനുവൽ റിംഗ്, ഒരു വർഷത്തിൽ ഒരു റിംഗ് ഉണ്ടാവും. ആ റിംഗിന് 2 പാർട്ട് ഉണ്ടാവും. ഇത് ഏർലി വുഡാണ്, ഇത് ലേറ്റ് വുഡാണ്. ഇത് 6 മാസം ഉണ്ടാവുന്ന സൈലമാണ്. ഇത് അടുത്ത 6 മാസം ഉണ്ടാവുന്ന സൈലാണ്. ഇനി അടുത്ത് വരുന്നത് നെക്സ്റ്റ് ഉണ്ടാവുന്ന സീസൺ ഫേവറബിൾ അൺഫേവറബിൾ ആണ്. അപ്പൊ ഇതിന്റെ ബാക്കില് ലേറ്റ് വുഡ് ഉണ്ടാവും. സോ ദിസ് ഈസ് സെക്കൻഡറി സൈല പ്രൊഡ്യൂസ് 1 ഇയർ. ഒരു വർഷം കൊണ്ടുണ്ടാവുന്ന സെക്കൻഡറി സൈലാണ്. അത് 2 പാർട്ടാണ്, ഏർലി വുഡും ലേറ്റ് വുഡും. ദ സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് പെർ 1 ഇയർ ഈസ് കോൾഡ് ആനുവൽ റിംഗ് എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് ഒരു വർഷം ഉണ്ടാവുന്നതാണ്. അത് 2 ഭാഗം ഉണ്ടാവും. ഇതും ഉണ്ടാവും. ഇതൊരു വർഷത്തിലാണ്. അപ്പൊ ഇതൊരു വർഷം ഉണ്ടായി, ഇതിന്റെ വർഷത്തിന്റെ ബാക്കിൽ ഉണ്ടാവും. അപ്പൊ ബൈ കൗണ്ടിങ് ഒരു മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ റിംഗ് ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ പല കളറിലെ റിംഗ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ആനുവൽ റിംഗ് എന്ന് പറയും. ഒരു വർഷം ഉണ്ടാകുന്ന സെക്കൻഡറി സൈലാണ് ആനുവൽ റിംഗ്. അതിന് 2 പാർട്ടുണ്ട്, ഓർക്കണം. 2 പാർട്ടുണ്ട്. സ്പ്രിംഗ് വുഡ് ഉണ്ടാവും, ഓട്ടം വുഡ് ഉണ്ടാവും. ആൻഡ് ദർ ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് എ ട്രീ. ഇത് ഒരു വർഷം കൊണ്ട് ഒരു റിംഗ് ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഏകദേശം ട്രീ കട്ട് ചെയ്താൽ ആ ഭാഗത്തുള്ള റിംഗ് കൗണ്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ആ ട്രീയുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. We can calculate the age of the tree by counting the number of annual ring. That branch of biology is called as dendrochronology എന്ന് പറയും. അത് പ്രത്യേക ബ്രാഞ്ചാണ്, അതിനെ dendrochronology എന്ന് പറയും. By counting the number of annual ring, we can calculate the approximate age of a tree. നമ്മൾ ഏതെങ്കിലും മരം മുറിച്ചാല് ആ മുറിച്ച ഭാഗത്ത് നല്ല മരം മുറിച്ചാൽ, അതായത് ഇപ്പൊ ടീക്ക് വുഡോ റോസ് വുഡൊക്കെ മുറിച്ചാലേ കാണുള്ളൂ. ആ മരത്തിലൊക്കെ നല്ല ഇങ്ങനെ റിംഗ് ആയിട്ട് കാണും. ഒരു വർഷത്തിൽ ഒരു റിംഗ് ഉണ്ടാവും. ആനുവൽ റിംഗ് ആണ്. ആ റിംഗിന്റെ എണ്ണം നോക്കി നമുക്ക് ഏകദേശം ആ ട്രീയുടെ ഏജ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡെൻഡ്രോക്രോണോളജി പറയും. റിമെമ്പർ, സെക്കൻഡറി സൈലം spring wood, autumn wood. Produced during the favorable season is called spring wood. During the unfavorable season is called as autumn wood. See, that is about the one part of morphology of the wood. Then see the something is more called sapwood and heartwood. Sapwood and heartwood. You see, the activity of the cambium change with the season, and you remember that when more and more secondary xylem is formed, you know the diagram. See, this is the cambium. Cambium ring പുറത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കാമ്പിയം പുറത്തോട്ട് പോവും. കാരണം സെൻട്രൽ പാർട്ട് നിറയുമ്പോൾ, സെൻട്രൽ പാർട്ട് സ്പേസ് ഇല്ലാതിരിക്കുമ്പോൾ കാമ്പിയം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. തിക്നെസ് കൂടുമ്പോൾ
കാരണം secondary xylem, as more and more secondary xylem is formed, see, ഇതിനുള്ളിലേക്ക് ഉണ്ടാവുന്ന full secondary xylem, ഇതെല്ലാം secondary xylem ആണ്. This is the total secondary xylem. This is the total secondary xylem produced during secondary thickening. This is secondary xylem. This is secondary xylem. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ secondary xylem ബോട്ടണി നമ്മൾ wood എന്ന് പറയും. And see, as more and more secondary xylem is produced, the first formed secondary xylem ഏതാ ഫസ്റ്റ് ഫോം സെക്കൻഡറി xylem? ഇത് സെൻട്രൽ പാർട്ടുണ്ടായ സെക്കൻഡറി xylem ആണ് ആദ്യം ഉണ്ടായത്. xylem ടിഷ്യൂസ് ഇങ്ങോട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യം ഉണ്ടായ സെക്കൻഡറി xylem ആണ്. ഇത് ഫസ്റ്റ് ഉണ്ടായതാണ്, ഇത് പിന്നെ ഉണ്ടായതാണ്, ഇത് പിന്നെ ഉണ്ടായതാണ്, ഇത് റിംഗ് ആണ്. As more and more secondary xylem is formed, the first formed secondary xylem at the middle region become deposited with various types of chemicals. See, the first formed secondary xylem, ആദ്യം ഉണ്ടായ secondary xylem ഒരുപാട് കെമിക്കൽസ് ഫില്ല് ചെയ്തിട്ട് അത് ഡാർക്ക് റീജിയൻ ആയി മാറും. The first formed secondary xylem occupies the middle region of the stem. The central part ആണ് become filled with variety of chemicals. This first formed secondary xylem ഇതിലുണ്ടാവും വെസൽസും ട്രക്കീഡ്സ് ഒക്കെ ഉണ്ടാവും. ഈ വെസൽസും ട്രക്കീഡിലൊക്കെ കെമിക്കൽസ് പോയിട്ട് നിറയും. ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ സെൻട്രൽ പാർട്ട് ഡാർക്ക് ആയി തീരും. This secondary xylem, the first formed secondary xylem occupies in the middle region. It filled with various chemicals and become dark in color. ഈ ആദ്യം ഉണ്ടായ സെക്കൻഡറി xylemത്തില് കെമിക്കൽസ് പോയി നിറഞ്ഞിട്ട് ആ സെക്കൻഡറി xylem ഡാർക്ക് കളർ നോൺ ഫങ്ഷനിങ് ആയി തീരും. This dark color secondary xylem is called as heartwood. The first formed secondary xylem occupies the middle part of the stem, become filled with various chemicals and become hard and non-functioning. Secondary xylem non-functioning ആയിരിക്കും. എന്താ non-functioning എന്ന് പറഞ്ഞാല് എന്താ xylem ഫംഗ്ഷൻ? അതിൽ കൂടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. It cannot transport water. ഇതിൽ മുഴുവൻ ഈ സെക്കൻഡറി xylemത്തിലെ വെസലിൽ മുഴുവൻ കെമിക്കൽസ് നിറയും. കെമിക്കൽസ് നിറഞ്ഞിട്ട് ഡാർക്ക് ആവും, ഹാർഡ് ആവും, നോൺ ഫങ്ഷനിങ് ആവും, കളേർഡ് ആവും.